അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ റൂമിൽ നിന്ന് എങ്ങോട്ട് പോകാൻ പോവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാ അച്ചു? ഇന്ന് ഓഗസ്റ്റ് 15 ഇന്ന് അവധി ദിവസമാണ്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പുറത്തേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ആദ്യം നമുക്ക് പോയി ചായ കുടിക്കാം. രാവിലെ നല്ല സൂപ്പർ മഴ ആയതുകൊണ്ട് ഇതുവരെ കഴിഞ്ഞില്ലേ? ഒരുങ്ങി കഴിഞ്ഞു. നമുക്ക് ഇറങ്ങാമെങ്കിൽ ഇപ്പൊ സമയം എന്തായെന്ന് പറഞ്ഞു കൊടുക്ക്. സമയം നോക്കാൻ എന്റെ വാച്ചില്ല, ഞാൻ കേട്ടിട്ടില്ല. നോക്കാൻ വാച്ച് കയ്യിലില്ലല്ലേ? എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം നമ്മൾ വാച്ചോ സമയം ഒന്നും നോക്കിയിട്ടില്ലല്ലേ? ഇന്ന് ഞാൻ വിചാരിച്ചൊരു 12 മണിയായെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് നമ്മളെ സമയം നോക്കിയപ്പോ 3:15 കഴിഞ്ഞു. കുറെ പണിയുണ്ടായിരുന്നു. അതൊക്കെ തീർത്ത് വന്നപ്പോഴത്തേക്ക് സമയം പോയത് അത് തന്നെ അല്ലേ? പക്ഷെ രാവിലെ മഴയാന്ന് ഞങ്ങൾക്ക് പോകാനും പറ്റിയില്ല, കാണാനും പറ്റിയില്ല. എല്ലാ പ്രാവശ്യവും മേടിക്കും. പ്രാവശ്യം എണീക്കൊക്കെ ചെയ്ത് അന്ന് എണീറ്റൊക്കെ നോക്കിയപ്പോൾ ഇവിടെ നല്ല മഴ, പോകാൻ ഒരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയില്ല. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം കാണും. അതുകൊണ്ട് അത് കാണിച്ചു തരാൻ പറ്റിയില്ല. തൊട്ടടുത്ത് തന്നെ ആയിരുന്നു, കുറച്ച് ദൂരം ഉണ്ടായിരുന്നു നമുക്ക്. ട്രെയിൻ പോണേ തൊട്ടടുത്തൂടാ ട്രെയിൻ. ചെറിയൊരു കുലുക്കമൊക്കെ ഉണ്ട്, ചെറുതായിട്ടേ ഉള്ളു. നമുക്ക് അറിയാൻ പറ്റും. നല്ല രസം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രെയിനിന്റെ സൗണ്ട് കേൾക്കുന്നത്. ഗുഡ്സ് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അറിയാൻ പറ്റും. പണ്ട് ഞാൻ റൂമിൽ കിടന്നുറങ്ങിയപ്പോൾ ഒരു ചെറിയൊരു ഫ്ലവർ വൈസ് കണക്കൊരു സാധനം ഉണ്ടായിരുന്നു. അത് താഴെ വീണ് പൊട്ടിയിട്ടുണ്ട് ഗുഡ്സ്. രാത്രി അത് എപ്പോഴാ പോകുന്നതെന്നറിയോ? ഒരു 2 മണി 1 മണി 2 മണിക്ക് പോകുന്ന ഒരു ഗുഡ്സ് ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിൽ വീണ് പൊട്ടിയിട്ടുണ്ട്. പേടിച്ചു പോയിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാം. എന്നും രണ്ടുപേരും ബ്ലാക്ക് ആയിരിക്കും. എല്ലാരും പറയും ബ്ലാക്ക് ആണ്. സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതലുള്ളത് ബ്ലാക്ക് ഡ്രസ്സാണ്. എന്റെ പെട്ടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മൊത്തം ബ്ലാക്ക് ആയിരിക്കുന്ന. ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ, ഈ 2 കളറാണ്. ബ്ലൂ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ആൾക്കാർ പറയുന്നത് ബ്ലാക്ക്. നിനക്ക് ബ്ലാക്ക് അല്ലാതെ ഒരു ഡ്രസ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അവരൊക്കെ കളർ മറന്നുപോയി. കളർ മറന്നുപോയി. ഞാൻ ഇടയ്ക്കൊരു ബ്ലൂ ടീഷർട്ട് ഇട്ട് കല്യാണത്തിന് പോയപ്പം എന്റെ ഫ്രണ്ട്. അപ്പൊ അമ്മ ചോദിക്കുക, എടാ നിനക്ക് ബ്ലാക്കിന്റെ എത്ര എണ്ണം ഉണ്ട്? നീ ബ്ലാക്ക് തന്നെ ഉള്ളു എപ്പോഴും ഇടുന്നു, ബ്ലാക്ക് അല്ലാതെ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇതിപ്പോ ഞാൻ ബ്ലൂ ആയിട്ടിരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഓ ശരി അത് ബ്ലൂ ആണല്ലോ. അപ്പൊ ഇന്നൊരു വെറൈറ്റിക്ക് ഞാൻ വൈറ്റ് ഷർട്ട്, ബ്ലാക്ക് ഉണ്ട്. പക്ഷെ എനിക്ക് വേറെ കളർ ഇല്ലായിരുന്നു. ഞാൻ കൊണ്ടുവന്നത് ബ്ലാക്ക് ആയിപ്പോയി. എനിക്കിത് ഇവിടെ ഇരുന്ന കേട്ടോ പഴയൊരു. ഇവിടെ എന്റെ ഡ്രസ്സൊന്നും ഇല്ല, അപ്പൊ കൊണ്ടുവന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലാക്ക് ഇട്ടേക്കുന്നത്. എന്റെ പഴയ ഒരു ഡ്രസ്സാണ്. ഏട്ടന് ഇവിടെ ഡ്രസ് ഇല്ല. എന്റെ ഡ്രസ് ഇല്ല ആക്ച്വലി ഇവിടെ ഇല്ല. പഴയത് ഒരെണ്ണം ഇരുന്നതിനകത്ത് ഞാൻ എടുത്തിട്ടാ. ഇപ്പൊ ആക്ച്വലി വേറൊരു ഷർട്ടാ ഞാൻ കൊണ്ടുവന്ന. അതും ബ്ലാക്കാ. ഇറങ്ങാൻ പറഞ്ഞിട്ട് നീ ഇതുവരെ ഇറങ്ങിയില്ലേ? അത് അവസാനം ഇറങ്ങാൻ നേരത്തെ ഒന്നുകൂടെ ഒന്ന് നോക്കണം. എന്നാലും ഹെൽമെറ്റ് വെക്കുമ്പോ എല്ലാം കുളമാവും. എന്നാലും വെറുതെ ഒന്ന് നോക്കാന്ന് വിചാരിച്ചു. ഇറങ്ങുന്നുണ്ടോ? വാച്ചും കൂടെ കെട്ടി ഹെൽമെറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ ചടപടി ഇറങ്ങാം. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭിത്തിയൊക്കെ കുറച്ച് മഴ പെയ്താൽ മാത്രമല്ല, എനിക്കൊന്നിപ്പോ ഇത് ഒരുപാട് വർഷം കൊണ്ട് തന്നെ ഈ ഭിത്തി മൊത്തം ഇങ്ങനെ കുളമാവും. അത് വെള്ളം പിടിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഉറ്റിട്ട് വീഴും. ഞങ്ങള് പാത്രം വെച്ച് പിടിക്കുകയാണ് ചെയ്യുന്നത്. അതൊന്നും കാണിച്ചു തരാൻ പറ്റത്തില്ല. വൻ ശോകമുള്ള പരിപാടി. ഇത്തിരി പഴക്കമുള്ള വീടാണ്, ഇത്തിരി അധികം പഴക്കമുള്ള വീടാണ്. നമ്മളിവിടെ അല്ല താമസിക്കുന്നത്. അതുകൊണ്ടൊക്കെ കൊണ്ട് നമ്മൾ ഇവിടുന്ന് മാറി വേറെയാണ് താമസിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഈ റൂമൊന്നും നല്ല കാണിച്ചു തരാൻ പറ്റത്തില്ല. നമ്മൾ റൂം മൊത്തം കുളമായി കിടക്കുക. പിന്നെ വല്ലപ്പോഴും ഈ കണ്ടോ, ഈ ഭിത്തിയൊക്കെ കണ്ടോ ഇങ്ങനെ കുളമായി കിടക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഇരിപ്പുണ്ട് ഒക്കെ കണ്ടോ. ഞങ്ങളുടെ കല്യാണ ഫോട്ടോ. ഇത് ആക്ച്വലി ഞാനേ മുമ്പ് നിനക്കറിയാവോ, നിന്റെ ഒരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രിന്റ് ചെയ്തൊരു ഫോട്ടോ. അത് ഇത് ആ ഫോട്ടോയാണ്. ഇത് നമുക്ക് കല്യാണത്തിന് സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ അവര് തന്നെ തന്നത്. പിന്നെ ഇത് ഞങ്ങള് ഊട്ടിയിൽ പോയപ്പോ എടുത്തത്. ബാക്കിയൊന്നും കാണിച്ചു തരത്തില്ല. ബാക്കിയെല്ലാം കുളമായി കിടക്കാതെ കാണിച്ചു തരത്തില്ല. ഓക്കെ. അപ്പൊ നമ്മള് പുറത്തോട്ട് പോകുമ്പോൾ ഫസ്റ്റ് എടുക്കുന്ന ഒരു ആയുധം ഉണ്ട്. ആയുധം എടുക്ക്. എന്താണ്? ഹെൽമെറ്റ്. പിന്നല്ലാതെ നമ്മൾ ആയുധം ഹെൽമെറ്റ് അല്ലേ? അതെന്റെതാ. ഞങ്ങൾക്ക് 2 പേർക്ക് ഹെൽമെറ്റ് ഉണ്ട് കേട്ടോ. അതെല്ലാവർക്കും ഹെൽമെറ്റ് വേണം. ഇല്ല അങ്ങനല്ല. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം മേടിച്ചെന്ന സാധനം എന്തോ ഹെൽമെറ്റ്. കാര്യം എന്താ? ഏറ്റവും കൂടുതൽ നമ്മൾ യാത്ര ചെയ്യുന്നത് ബൈക്കിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സാധനം ഇതാ. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം പോയത് എങ്ങോട്ടായിരുന്നു ഓർമ്മയുണ്ടോ? ആദ്യം പോയത് കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലോട്ടാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഇല്ല, പൊറോട്ട കഴിക്കാൻ വേണ്ടിട്ട് ബോർഡർ ചിക്കൻ. അത് ആദ്യം പോയില്ല, കുറെ നമ്മൾ യാത്രകളൊക്കെ ചെയ്തതിന് ശേഷം ബോർഡർ. നിന്റെ ലോങ് ബൈക്ക് ഡ്രൈവ് ചെയ്തായിരുന്നു പറയാൻ. ബോർഡർ ചിക്കൻ അടിപൊളിയായിരുന്നു. നമ്മൾ ഒരു തവണ പോകും, പക്ഷേ ഈയിടെ പോകാനായിട്ടിരുന്നപ്പോഴാണ് നമ്മുടെ വയനാട് അതൊക്കെ നടന്നത്. അന്നേരം പിന്നെ പേടിയായിപ്പോയി ഒന്നുകൂടെ. അതുകൊണ്ട് നമ്മൾ പോകും കേട്ടോ. പോവും. ഓക്കെ.
കേൾക്കാൻ പറ്റുന്ന അങ്ങനെ കടയിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? രാവിലത്തെ ഫുഡ് കഴിക്കാൻ വന്നെയാ. ടൈം 12:07. ഇവിടെ ഒന്നുമില്ല. ബിരിയാണിയും ഊണും പിന്നെ ഭാഗ്യവശാൽ ചപ്പാത്തി കിട്ടി. ആക്ച്വലി ഇവിടുത്തെ നമ്മൾ എന്ത് കഴിക്കണം? പൂരിയും ഞാൻ, ഏട്ടൻ ദോശ. അപ്പൊ ചായ പറയണ്ടേ? ഊണും ബിരിയാണി ചായ വെജിറ്റേറിയൻ കട. ഊണും ബിരിയാണി ആയിട്ടുള്ള ചായ നമ്മൾ ഇറങ്ങിയപ്പോ താമസിച്ചു. രാവിലെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. എന്താ വെച്ചാലേ നമ്മൾ ഇന്നൊരു ഷോട്ട് കിട്ടുന്നത് വീഡിയോ അതെടുക്കാൻ വേണ്ടി പോയി കുറേ സമയം അങ്ങനെ രാത്രി എഡിറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ കുറേ സമയമൊക്കെ പോയി. അത് മാത്രമല്ല ഞങ്ങൾ ഇന്നലെ ഇരുന്നത് സിനിമ കണ്ടു. അതാണ് അടിപൊളി സിനിമയായിരുന്നു. നമ്മുടെ മനോരമ മാക്സിമം വന്ന സിനിമ. നമ്മുടെ ഫുഡ് വരുന്നു. ചപ്പാത്തിയും കറിയും വന്നിരിക്കുന്നു. എനിക്ക് വട വേണ്ട, വെജിറ്റബിൾ കറിയാന്ന് തോന്നുന്നല്ലേ? കൊള്ളാവോ? ഞാൻ കഴിച്ചില്ല. ഏട്ടൻ്റെ കഴിക്കുന്നത് കണ്ടോണ്ടിരിക്കും. ഏട്ടൻ കഴിക്കുന്നത് കഴിക്കാൻ പോകുന്നു. കൊള്ളാം. നല്ല ചപ്പാത്തി, നല്ല കറി. മിക്സഡ് വെജിറ്റബിൾ കറി കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ചപ്പാത്തി നല്ല സോഫ്റ്റാണ്. എനിക്ക് ഞാനിവിടെ വന്ന് എപ്പോഴും പൂജ കഴിക്കുന്ന അല്ലേ? അല്ലെങ്കിൽ ദോശ. ഏട്ടന് ഇന്നും ദോശ കഴിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. എനിക്ക് ഇവിടുത്തെ പൂരിയും കിഴങ്ങറിയും ഭയങ്കര ഇഷ്ടം. ഞാൻ പറയട്ടെ, നമ്മളെ ഇവിടെ അതായത് കേരളത്തിൽ നിന്ന് വിട്ട് പുറത്ത് പോകുന്ന സമയത്തൊക്കെ എന്താ ചെയ്യുന്നത്? വെജിറ്റേറിയൻ ഹോട്ടലിൽ കാര്യം ഒരു പ്രാവശ്യം എനിക്ക് പണി. അപ്പം നമുക്കറിയാമല്ലോ, കാരണം പോകുന്ന സ്ഥലത്ത് നമ്മൾ ബൈ റോഡായിരിക്കുമ്പോൾ കാണുന്നിട്ട് നമ്മൾ വെച്ച് കഴിക്കും. ഒരു പ്രാവശ്യം എനിക്ക് പണി കഴിയുമ്പോൾ ആ യാത്ര മൊത്തം കുറവാണ്. അന്ന് തൊട്ട് ഞാൻ ഒരു കാര്യം ചെയ്യുന്നത്, നമ്മൾ യാത്ര ചെയ്യുന്നത് വെജിറ്റേറിയനാണ്. ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരില്ല. ഒരു കുഴപ്പമില്ല. ദോശ കാര്യം ദോശ മാവ് ചീത്ത നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ഇഡലി, ചപ്പാത്തി, ഈ മൂന്നൈറ്റാണ് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, ഞാനൊരു 10ാം ക്ലാസ് പ്ലസ് ടു വെച്ചാൽ ഞാൻ പ്യൂർ വെജിറ്റേറിയൻ. ഇപ്പോഴും ഈ കറക്റ്റായിട്ട് മീനൊന്നും കിട്ടാറുള്ള. പക്ഷെ ഇപ്പം പഠിച്ചു. ഇപ്പം ഞാൻ പഠിപ്പിച്ചു. കല്യാണം കഴിഞ്ഞ് വേറെ കാര്യമുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ചപ്പാത്തി ഉച്ചയ്ക്ക് ചോറിന് വരും ചപ്പാത്തിയാണ് കഴിച്ചത്. കല്യാണം മുമ്പ് ചായ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചപ്പാത്തി ഇട്ടുകൊണ്ടിരുന്നതാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചോറ് കഴിക്കുന്നത്. പക്ഷേ എനിക്കങ്ങനെ നിർബന്ധവും കാര്യങ്ങളൊന്നുമില്ല. അച്ഛനോട് ചോദിച്ചു നോക്കാം. ഇപ്പം ഞാനിപ്പം വെജിറ്റേറിയനായിട്ട് ഉച്ചയ്ക്ക് ചപ്പാത്തി വെച്ചുകൊണ്ടിരുന്നു. ഇപ്പം ഇത് പറയാൻ പോകുന്നത് അപ്പം അച്ഛനോട് ചോദിച്ചു. അച്ഛൻ ആദ്യം എന്തായാലും കല്യാണം കഴിക്കുന്നത് ഞാനിങ്ങനെ ചോറ് കഴിക്കത്തില്ല, ചപ്പാത്തിയാണ് കഴിക്കുന്നത്. ചപ്പാത്തി രാവിലെ ചപ്പാത്തി മതിയായിരുന്നു, ഉച്ചയ്ക്ക് ചപ്പാത്തി മതിയായിരുന്നു, രാത്രിയും ചപ്പാത്തി മതിയായിരുന്നു. അല്ലെങ്കിൽ ഞാനാണെങ്കിൽ വീട്ടിൽ വെച്ച് ഉച്ചയ്ക്കും രാത്രിയും ചോറ് കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ. ഏട്ടൻ്റെ കൂടെ കൂടി
രാത്രിയിലത്തെ ചോറ് നിർത്തി ഇപ്പൊ ചപ്പാത്തിയാക്കി. ചേട്ടന് ഇപ്പൊ ഉച്ചയ്ക്ക് ചോറാണ് കൊടുക്കുന്നത്. എൻ്റെ കൂടെ കൂടിയ എനിക്ക് സത്യം പറയല്ലേ, എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ രാത്രിയും ഉച്ചയ്ക്കും ചോറ് കഴിക്കും. എനിക്ക് മീൻ കഴിക്കാൻ അറിയത്തില്ല. മീൻ കഴിക്കാൻ അറിയത്തില്ലായിരുന്നു. ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്ത് മീനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ പൊരിച്ച മീനൊക്കെ കൊടുക്കുവാണെങ്കിൽ തിരിച്ച് നമ്മൾ കഴിച്ചിട്ട് പ്ലേറ്റ് എടുക്കാൻ നേരത്ത് ഫുള്ളും മീൻ അത് കണക്ക് കാണും. പിന്നെ അത് ഞാൻ കഴിക്കും. പക്ഷെ ഇപ്പം അത് നടക്കത്തില്ല. ഇപ്പോൾ കംപ്ലീറ്റ് നുള്ളിപ്പിച്ച് കഴിക്കും, കളിപ്പിച്ച് കഴിക്കാനായിട്ട്. ഇപ്പം നമ്മൾ ഇരിക്കുന്ന എവിടെയെന്ന് പറഞ്ഞില്ലല്ലോ, നമ്മുടെ സോയ എല്ലാം ഉണ്ട്. ഇത് ഞങ്ങൾ ചായയും പറഞ്ഞു. എനിക്ക് വട ചൂടോടെ കഴിച്ചാലേ ഇഷ്ടമുള്ളൂ. എപ്പോഴും ഒന്നും വട ഇഷ്ടമല്ല. എനിക്ക് ഇന്നലെ ഒരു വട കഴിച്ച് എനിക്ക് ഛർദിലായിരുന്നു രാത്രി മൊത്തം. എപ്പോഴും ഛർദില. പിന്നെ പൂരി കഴിക്കുന്നു, ഞാൻ പ്ലെയിൻ ദോശ കഴിക്കുന്നു. എനിക്ക് ഇവിടുത്തെ പൂരി ഭയങ്കര ഇഷ്ടം. നമ്മളിപ്പം ഹൈസ്കൂൾ ജംഗ്ഷനിലെ വെജിറ്റേറിയൻ ഹോട്ടലിലാണ്. അടിപൊളി ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ. ഇവിടെ മാത്രമല്ല, നമ്മൾ പോകുന്ന വേറെ 1-2 സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കടപ്പാക്കടയിൽ അവിടെ പോകാറുണ്ട്. അടിപൊളിയാണ്. നമ്മൾ അതിൻ്റെ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഞങ്ങൾക്ക് രാവിലെ ഷൂട്ടുണ്ടായിരുന്നു. അപ്പം ഇറങ്ങിയപ്പോഴത്തേക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പം ലേറ്റായിപ്പോയി. രാവിലെ ഇറങ്ങിയതാ. അപ്പം കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഉച്ചക്കലത്തേത് കഴിക്കാൻ ഞങ്ങൾക്ക് വയ്യ. അല്ലേ, ചോറ് കഴിക്കാൻ തോന്നില്ല. ചായ നമ്മളുടെ കൈയോട് ഉപ്പുകൊണ്ട് വെച്ചാൽ ഉച്ചക്കത്തെ ഊണിൻ്റെ ഉപ്പാണ്. ഈ ചായയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയുക, ഇതിനകത്തോട്ട് ഒഴിക്കുന്നത് ചായ ഒരുപാടാവും അല്ലേ. പഞ്ചസാര അടിയില്ല. അപ്പം നമുക്ക് മധുരം ഒരുപാട് വേണമെങ്കിൽ മൊത്തം മിക്സ് ചെയ്യാം. മധുരം കുറച്ച് മതിയെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്താൽ കുറച്ച് മിക്സ് ചെയ്താൽ മതി. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് അറിയാം, ഈ ചായക്ക് ഇങ്ങനെ ഇതിനകത്തോട്ട് ഒഴിക്കുന്നത്. പണ്ടൊക്കെ ചായ കുടിക്കുമ്പോഴത്തേക്ക് അധികം കുറച്ച് ചായ കൂടെ കാണും. അത് കാണുമ്പോൾ ഒരു രസമല്ലേ. മുമ്പ് നമ്മൾ ആദ്യം വരുന്ന സമയത്തൊക്കെ വരുമായിരുന്നു. പാലിനിപ്പം പൊതുവെ വില കൂടുതലാണല്ലോ. അല്ല, അത് മാത്രമല്ല, മാർക്കറ്റ് മാറുമ്പോൾ അങ്ങനെ മാറും. പണ്ട് അങ്ങനെയായിരുന്നു. അപ്പൊ ചായ കുടിച്ചിട്ട് നല്ല കട്ടി ഇങ്ങനെയുള്ളടുത്ത ഗ്ലാസ്സിന്. ഇപ്പൊ ഈ ഗ്ലാസ് കണ്ടപ്പോഴാ എൻ്റെ കുഞ്ഞിലത്തെ ഗ്ലാസ് വീട്ടിൽ ഇപ്പോഴും ഉണ്ട്. കുഞ്ഞില് പൊടിക്കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള ഗ്ലാസ്സുകളെ. എനിക്കൊരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ്സിനകത്ത് ഈ സ്റ്റീൽ ഗ്ലാസ് ഇന്ന് സൈഡിൽ ഫിക്സഡ് ആയിട്ടുള്ള സ്ട്രോ വരുന്ന ഒരു ഗ്ലാസ് എനിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇവിടെയൊക്കെ വന്ന് ചായ എനിക്കൊന്ന് പാല് വ്യത്യാസമായിരിക്കും. അടിപൊളി ടേസ്റ്റ്. ഇനി പശുവും പാലാണോ ഇവിടെ? നമുക്കറിയത്തില്ലല്ലോ. ആണോ? എങ്കിൽ ഇവരുടെ രീതിയിൽ ഇടുന്നോണ്ടായിരിക്കും. ഓരോരുത്തരും ഇടുന്നത് ഓരോ രീതിയിലല്ലേ. ഏട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞു, കഴിച്ചും കഴിഞ്ഞു. ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് പോയി കൈ കഴുകിയിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. എന്നിട്ട് പിന്നെ എഡിറ്റിംഗ് ഒക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോ. പിന്നെ എനിക്ക് ജോലിക്ക് പോകണം, വർക്കുണ്ട്. അതെ,
കുറേ പരിപാടികളുണ്ട്. പിന്നെ അത് മാത്രമല്ല ഒക്കെ ഞാൻ ഇതിനകത്ത് എടുക്കാട്ടോ. എൻ്റെ വണ്ടിക്ക് ഒത്തിരി പണിയുണ്ട്, ഒന്ന് ശരിയാക്കണം. അതൊന്ന് ശരിയാക്കണം. അപ്പം ഞാൻ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഞാൻ ചേട്ടൻ്റെ സൈറ്റിൽ പോകണം, അത് പറഞ്ഞായിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. ഒരു സൈറ്റിൽ പോകണം, ഒരു ജോലിക്കാരുണ്ട്, അത് മാത്രം. അപ്പം നമുക്ക് ഇറങ്ങിയിട്ട് കാണാം അല്ലേ? ഇറങ്ങിയിട്ട് കാണാം. ഇവിടെ ആരുമില്ലല്ലോ, ഇനി ഊണിൻ്റെ സമയമില്ല. അപ്പം ഊണ് കഴിഞ്ഞാൽ എടുത്തോളൂ, നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇറങ്ങാം. കഴിച്ചിട്ടൊക്കെ ഇറങ്ങി. ഹോട്ടൽ കാണിച്ചു കൊടുത്തില്ല. ഇതാണ് ശ്രീലക്ഷ്മി ഭവൻ വെജിറ്റേറിയൻ. നമ്മുടെ കളക്ടറേറ്റ്, അത് നമ്മുടെ കളക്ടറേറ്റ് വരുന്ന ഭാഗം കളക്ടറേറ്റ് ആണ്. കളക്ടറേറ്റ് കഴിഞ്ഞിട്ട് ആനന്ദവല്ലീശ്വരം അമ്പലം അല്ലേ ഇത്? അതെ, ആനന്ദവല്ലീശ്വരം അമ്പലം. വേറെ ഉണ്ട്, പക്ഷെ നമ്മൾ ഇവിടെ ഇത് നമ്മുടെ ജയില്. ജയിൽ അത് കാണിച്ചു കൊടുക്കില്ല. ജയില് നമ്മുടെ ജയിലെന്ന്, നമ്മുടെ ജയിലാണ്. ജയില്. അങ്ങനെ നമ്മളിവിടെ വ്ലോഗ് എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് പുറത്തുനിന്ന് വന്നതാണ്, ദൂരെ എവിടെ നിന്ന് വന്നതാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു സീ ഫുഡ് എവിടെ കിട്ടും? ഇവിടെ നല്ല സീ ഫുഡ് കിട്ടുമെന്ന് നമ്മള് തിരുമുല്ലവാരത്തെയും പറഞ്ഞു. പിന്നെ നമ്മുടെ അതിഥി ഹോട്ടൽ എക്സ്പെൻസീവ് ആണ്. അതിഥി ഹോട്ടൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പൊ അത് പറഞ്ഞു. അപ്പൊ അവര് പോകാൻ പോകും. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ലൊക്കേഷൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ലൊക്കേഷൻ അല്ല, ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു. ജയിലിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ ജയിലൊന്നും എന്റെ ജയിലൊന്നും അല്ല, ഞാനും ജയിലുമായിട്ട് യാതൊരു ബന്ധമില്ല. അയ്യോ. അപ്പൊ ഇനി എന്റെ വണ്ടിയുടെ കാർബറേറ്റർ ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി കാർബറേറ്റർ ഒന്ന് ട്യൂൺ ചെയ്യണം, മൈലേജ് കുറവാണ്. അപ്പൊ അതിന് വേണ്ടി പോകണം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് പണിയുണ്ട്, സൈറ്റിൽ പോകണം. അങ്ങനെ ഒരുപാട് പണിയുണ്ട്. അതെ, ഞാൻ ആദ്യം അച്ഛനെ കൊണ്ടുപോയിട്ട് അച്ഛൻ്റെ ഡേ കെയറിലാക്കണം. എനിക്ക് അവിടെ കുറച്ച് ജോലിയുണ്ട്, എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, തുണിയൊക്കെ കഴുകാനുണ്ട്. നമ്മുടെ 2-3 ദിവസത്തെ തുണിയൊക്കെ കഴുകണം. അങ്ങനെ അച്ഛൻ്റെ ഡേ കെയറിലാക്കാൻ പോകും. നാളെ 1-ാം തീയതി അല്ലേ? അപ്പൊ അതിന് മുമ്പ് എല്ലാം കഴുകി വീടൊക്കെ ഇന്നലെ അമ്മ എല്ലാം വൃത്തിയാക്കി. അപ്പം എൻ്റെതായ കുറച്ച് പണികൾ എനിക്കുണ്ട്. ഘട്ടം കയറി. അപ്പം ഇനിയിപ്പം സൈറ്റിലോട്ട് പോകണം. സൈറ്റിൽ പോയി സാധനം കൊടുക്കണം. അവിടെ ജോലിക്കാർ നിൽപ്പുണ്ട്, അത് കൊടുക്കണം. അതിനുശേഷം വർക്ക്ഷോപ്പിൽ പോകണം. ആദ്യം വർക്ക്ഷോപ്പിൽ പോയി വണ്ടി കൊടുക്കണം. കാര്യം 1-ാം തീയതിക്ക് മുമ്പ് എന്തായാലും വണ്ടി കൊടുത്തിട്ട് എനിക്കൊന്ന് സർവീസ് ചെയ്യാൻ വേണം. അപ്പോൾ സർവീസൊക്കെ ചെയ്ത് മേടിച്ചിട്ട് അവിടുന്ന് നേരെ നമുക്ക് വർക്ക്ഷോപ്പിൽ പോയി എല്ലാ കാര്യങ്ങളൊക്കെ കഴിയാം. എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ സൈറ്റിലെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം, ബാക്കിയൊന്നും കാണിക്കുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഇന്നൊരു ഇന്ന് വൈകിട്ട് അടിപൊളി ഒരു പരിപാടിയുണ്ട്. ഒക്കെങ്കിൽ ആ ഒരു വീഡിയോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ഇന്നത്തെ വ്ലോഗ് പോവുകയാണെങ്കിൽ നാളത്തെ ഒരു വ്ലോഗിൽ ഉറപ്പായിട്ടും ഇത് ഒരു കാര്യം പറയാം. പരിപാടി രാവിലെ എന്റെ മോതിരം വീട്ടിൽ വെച്ച് മറന്നു. അതുകൊണ്ട് പകരം എന്ത് ചെയ്യുമോ? പകരം നമ്മള് ഇവിടുന്ന് മേടിച്ചില്ലേ, അതൊന്ന് കാണിച്ചു കൊടുത്തേ. അത് പിന്നെ കാണിക്കാം. ഇത് അടിപൊളി. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മോതിരം കേട്ടോ. ഈ മോതിരം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മോതിരം. ഇതും എൻ്റെ ഫേവറേറ്റാ. റെഡിയായ ഈ മോതിരം ഞാൻ എടുത്തു വെച്ച മോതിരം അല്ലേ എൻ്റെ മോതിരം? ഇത് അടിപൊളി മോതിരം അല്ലേ? സൂം ആവുന്നില്ല. ഇത് കിടിലൻ മോതിരം, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേതാ? ഈ മോതിരം ഞാൻ ആക്ച്വലി ഇത് ഈ വിരലിടാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന മോതിരം. എനിക്ക് ആ വിരലിട്ട് നോക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ചിങ്ങം 1. അപ്പം രാവിലെ തന്നെ പ്രാർത്ഥിച്ചു. ഇനിയിപ്പം നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അതെ, ഈ കണ്ണാടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് നോക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫ്ലാഷ് അടിക്കുന്നു കേട്ടോ. നമുക്ക് പോവാം, ഇറങ്ങാം. എങ്ങോട്ടാ പോണേ? നമുക്കിപ്പം കുറച്ച് കറക്കമൊക്കെ ഉണ്ട്. നമുക്ക് റിലയൻസിൽ പോകണം, പിന്നെ വീട്ടിൽ പോകണം. അതിന്റെ ഇടയ്ക്ക് കുറച്ച് വർക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം. അതെ, എനിക്കൊന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ചിങ്ങം 1 ചിങ്ങം 1 ഇന്ന്? അതെ, ചിങ്ങം 1 നമ്മൾ ചെറുതായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ മറപോലെ അങ്ങ് നടന്നു നോക്കണം. അപ്പൊ നമുക്ക് പോവാം. എന്നെ കാണിച്ചില്ലല്ലേ? ഓക്കെ, അങ്ങനെ റെഡിയായി. രാവിലെ 1-ാം തീയതി കുറിയൊക്കെ തൊട്ട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. എൻ്റെ പണ്ട് അറിയാം, ഞാൻ ഇപ്പം അങ്ങനെ വലുതായിട്ട് ഇടാറില്ല. കാര്യം എന്ന് വെച്ചാൽ ചന്ദനം ഒക്കെ ഇടുമ്പോൾ ചില സമയത്ത് കിട്ടുമ്പോൾ കെമിക്കലായിരിക്കും. ഇപ്പം എനിക്ക് ഇവിടെ ചെറിയൊരു പാടുകളൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാനിത് സ്റ്റോപ്പ് ചെയ്തത്. അതുകൊണ്ടിപ്പം ഭക്ഷണമില്ലേ, ഭക്ഷണം നമ്മൾ അരയ്ക്കുന്ന ചന്ദനമൊക്കെ ഇടാം, അല്ലാതെ എല്ലായിടത്തുനിന്നും കിട്ടുന്നത് അരയ്ക്കുന്ന ചന്ദനമല്ല. ചില സ്ഥലത്ത് നിന്ന് കിട്ടുന്ന കയ്യിലൊക്കെ കുങ്കുമത്തിന്റെ ഒക്കെ എനിക്ക് തോന്നുന്നു എന്റെ കയ്യിൽ നിന്ന് ഒരു 3-4 ദിവസം കഴിഞ്ഞ് എത്ര സോപ്പിട്ട് കഴുകിയാലും പോത്തില്ല. അതേമാതിരിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. നെറ്റിയിലൊക്കെ ഇട്ടിട്ട് പോകുന്നില്ല, കുളിച്ചിട്ടും പോകുന്നില്ല. അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഇടാറില്ല, ഇങ്ങനെ മാത്രമേ
നമ്മളിപ്പം സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. എങ്ങോട്ട് പോവാ? റിലയൻസിൽ സാധനം മേടിക്കുന്നത് നമ്മുടെ സ്മാർട്ട് സ്റ്റോറാണ് കേട്ടോ. കാണാവോ? സ്മാർട്ടിൻ്റെ സ്റ്റോർ. അല്ല, ഇതിനെന്തോ പേര് പറയുമല്ലോ. സ്മാർട്ട് സ്റ്റോർ എന്നല്ലല്ലോ പറയുന്നത്. പറയുമല്ലോ സ്മാർട്ട് സൂപ്പർ സ്റ്റോർ. സ്മാർട്ടിൻ്റെ സൂപ്പർ സ്റ്റോർ അല്ലേ? നമ്മളെ മുമ്പൊക്കെ വരുന്ന പോലെ അല്ല. ശ്രദ്ധിച്ചായിരുന്നു വെച്ചു? ഓരോരുത്തർ വന്നിട്ട് ഇതിന് ഓഫർ ഉണ്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് അടിപ്പിച്ച് അങ്ങനെ പില്ലോയ്ക്ക് വന്നപ്പോഴത്തേക്ക് അത് കണ്ടോ 149 രൂപ. എന്തായാലും ഞങ്ങൾ മേടിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് അതെല്ലാം ചീത്തയായി. അപ്പോൾ പിന്നെ അതെടുത്ത് ഇനി ഇതാണ്ട് ഇവിടെ നമ്മളിപ്പോൾ ഓരോ സാധനം നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് ചോദിച്ചേ, പച്ചരി ചോദിച്ചേ, ഈ പച്ചരിയും അങ്ങേ അറ്റത്തൊരു പച്ചരി ഇരിപ്പുണ്ട്. അപ്പോൾ ഇതും പച്ചരിയാണ്. ഇത് ഇഡലി പച്ചരി, ഇഡലി അരി. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇത് തമ്മിൽ എന്തോ വ്യത്യാസമാണ്? ഞാൻ പറഞ്ഞ 2 രൂപയുടെ വ്യത്യാസമുള്ളൂ. പർച്ചേസ് ചെയ്തിട്ട് വന്ന് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. ഇതാ ഇത്രയും സാധനം ഇതിനകത്തും ഉണ്ട്. ഇത് കൂടാണ്ട് നമ്മുടെ ബാഗിനകത്തും കുറേ സാധനങ്ങളുണ്ടല്ലേ, കുറേ സാധനമുണ്ട്. പുറത്തോട്ട് ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഇത് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകണം. വീട്ടിൽ പോവാം. അതിന് മുമ്പ് നാരങ്ങ വെള്ളമൊക്കെ കുടിക്കണമെന്നൊക്കെ പറയുന്നു. ഭയങ്കര ചൂട്. AC ഒക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ചൂട്. നിൽക്കാൻ വയ്യാത്ത ചൂടിൽ. എന്താണെന്നറിയത്തില്ല. ഇനിയിപ്പോൾ നമുക്ക് എവിടെ നിന്ന് വെള്ളം കുടിക്കും? ശരി, ഓക്കെ.